പ്രിയ സ്നേഹിതരെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുവാൻ ചിലർക്ക് അല്പം പ്രയാസമാണ്. കാരണം അത് ദുർബലതയുടെ അടയാളമാണവർക്ക്. ഏറ്റവും തകർന്നു പോയ നിസ്സഹായമായ നിമിഷങ്ങളിൽ പോലും മൗനം വെടിയുവാൻ അവരുടെ അഭിമാനബോധം സമ്മതിക്കുകയില്ല. കാരണം അവരെക്കുറിച്ചുള്ള നല്ല ധാരണകൾ മങ്ങുമെന്നവർ ഭയപ്പെടുന്നു. എല്ലാം നിയന്ത്രണവിധേയമാണെന്നും എല്ലാ പ്രശ്നങ്ങളും അവർക്ക് തന്നെ ശരിയാക്കാൻ കഴിയുമെന്നും വെറുതെ വ്യാമോഹിക്കുകയാണവർ. എന്നെയും നിങ്ങളെയും കുറിച്ച് ഏറ്റവും ലളിതമായൊരു സത്യം പറയട്ടെ. നമ്മൾ അത്ര കരുത്തുള്ളവരാണോ? പ്രായോഗിക ബുദ്ധിയുള്ളവരാണോ? സാമർഥ്യമുള്ളവരാണോ? ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. No one is so strong that he is beyond the need of prayer. മറ്റുള്ളവരുടെ പ്രാർത്ഥന ആവശ്യമില്ലാത്ത വിധം നമ്മൾ അനുഗ്രഹത്തിൻ്റെ ധാരാളിത്വത്തിൽ ജീവിക്കുന്നവരാണോ? അല്ല. ഏറ്റവും തീക്ഷ്ണമതിയായ അപ്പോസ്തലനായ, സുവിശേഷം ആഴത്തിൽ ഗ്രഹിച്ചവനായ, ഭയം ലവലേശമില്ലാതെ അത് പ്രഘോഷിച്ചവനായ പൗലോസ് പോലും താഴ്മയോട് അപേക്ഷിക്കുന്നുണ്ട്. ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എഫെസോസ് 6:19. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നതിനേക്കാൾ ഉദാത്തമായ എളിമയൊന്നും ഇല്ലെന്ന് വിശുദ്ധിയുടെ യോഗ്യതകളിൽ. അതിനാൽ പ്രിയമുള്ളവരെ, എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. പ്ലീസ് പ്രേ ഫോർ മീ. ക്രിസ്തു ചൈതന്യമുള്ളൊരു പുരോഹിതനാകാൻ, വിശുദ്ധ ഫ്രാൻസിസിൻ്റെ അർപ്പണ മനോഭാവമുള്ളൊരു സമർപ്പിതനാകാൻ.